ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ്സിലോട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിന്റെ നെഗറ്റീവ് സൈഡ് കൂടി മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ശരിയായ രീതിയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ കോമ്പറ്റീഷൻ ഉള്ള ബിസിനസ് ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് നിൽക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു നെഗറ്റീവ് സൈഡ് വരുന്നത് ട്രെൻഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തത് സീസൺ ആണ്. ഇപ്പോൾ ഓണത്തിന്റെ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെയിൽ നല്ല രീതിയിൽ കിട്ടും, ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓഫ് സീസണും ഉണ്ട്. അപ്പോൾ നമ്മൾ സീസൺ ടൈമിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓഫ് സീസണിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വളരെ ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും.